അഴീക്കോട് മയിലാടത്തടം ശ്രീ ഇളങ്കരുമകൻ ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം സമാപിച്ചു. വടക്കിന്റെ മണ്ണിൽ നടന്നുവന്ന സപ്താഹങ്ങളിൽ നിന്നും വ്യത്യസ്തമായി അഭൂതപൂർവമായ തിരക്കാണ് ഇവിടെ അനുഭവപ്പെട്ടത്. ബ്രഹ്മശ്രീ കാട്ടുമാടം ഈശാനൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം കൊളുത്തിയായിരുന്നു സപ്താഹ യജ്ഞത്തിന് തുടക്കം കുറിച്ചത്. ബ്രഹ്മശ്രീ കുടൽവള്ളി കേശവൻ നമ്പൂതിരിയായിരുന്നു യജ്ഞാചാര്യൻ. അഴീക്കോട് മയിലാടത്തടം ശ്രീ ഇളങ്കരുമകൻ ഭഗവാന്റെയും കരിഞ്ചാമുണ്ടി അമ്മയുടെയും തിരുമുമ്പിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം നടത്തുക എന്നത് ഭക്തജനങ്ങളുടെ വളരെ കാലമായുള്ള ആഗ്രഹമായിരുന്നു. ഈ ഒരു ആഗ്രഹ സഫലീകരണമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. അത്യപൂർവമായ തിരക്കാണ് സപ്താഹത്തിന് അനുഭവപ്പെട്ടതും. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. മെയ് 4 ഞായറാഴ്ച ഗണപതി ഹോമത്തോടുകൂടിയായിരുന്നു ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത്. വൈകുന്നേരം കലവറ നിറയ്ക്കൽ, ഘോഷയാത്ര, ആചാര്യവരണം, ഭദ്രദീപം കൊളുത്തൽ എന്നിവയും നടന്നു. ബ്രഹ്മശ്രീ കുടൽവള്ളി കേശവൻ നമ്പൂതിരി പയ്യന്നൂരായിരുന്നു യജ്ഞാചാര്യൻ. സഹ ആചാര്യന്മാരായി ബ്രഹ്മശ്രീ ഇടമന വാദ്യാൻ ഈശ്വരൻ നമ്പൂതിരി, ബ്രഹ്മശ്രീ കോറമംഗലം സുബ്രഹ്മണ്യൻ നമ്പൂതിരി എന്നിവരും ഉണ്ടായിരുന്നു. മെയ് 5 നടന്ന വിഷ്ണു സഹസ്ര നാമജപം, ഗ്രന്ഥപൂജ, തുടർന്ന് സുധ ശൗനക സംവാദം, വ്യാസ നാരദ സംവാദം, പരീക്ഷത്തിന്റെ ജനനം, വിദുര മൈത്രേയ സംവാദം, വരാഹ അവതാരം എന്നിവയെക്കുറിച്ചുള്ള പാരായണവും പ്രഭാഷണവുമാണ് നടന്നത്. മെയ് 11 ഉദ്ധവരുടെ ബദരി യാത്ര, സ്വർഗാരോഹണം, ബ്രഹ്മോപദേശം, മാർക്കണ്ഡേയ ചരിതം, ഭാഗവത സംഗ്രഹം, ഭാഗവത സമർപ്പണം എന്നിവയോടുകൂടിയാണ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് സമാപനമായത്.